നമസ്കാരം, വെൽക്കം ടു നിഷിദാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലബാറിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, ചീനച്ചട്ടി അപ്പം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ദോശക്കൊക്കെ ഉപയോഗിക്കുന്ന സാധാ പച്ചരിയാണ്. വൈറ്റ് റൈസ്, ദോശ റൈസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന അരിയാണ്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് 5-6 മണിക്കൂർ കുതിർത്ത് വെക്കാം. പച്ചരി കുതിർത്ത് വെച്ചത് 5 മണിക്കൂറിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് ഏകദേശം 1/2 കപ്പിനോടടുത്ത് ഫ്രഷ് തേങ്ങ ചിരകിയത് ചേർക്കാം. 1/4 കപ്പ് ചോറ് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. അരച്ചെടുക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ അരിന്റെ ലെവലിന്റെ 1/4 ഭാഗം ലെവലിന് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് കട്ടിയായിട്ട് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം ഇത്ര കട്ടിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം അപ്പത്തിനൊക്കെ അരക്കുന്ന അത്രയും കട്ടി. ഇത് ഞാൻ അരക്കുമ്പോൾ ചേർത്ത വെള്ളമേ ഉള്ളൂ. മിക്സിയിൽ ജാറ് കഴുകിയ വെള്ളമൊന്നും എടുത്തിട്ടില്ല. മിക്സിയിൽ നിന്ന് മാക്സിമം മാവ് കൈകൊണ്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 1-2 ടീസ്പൂൺ മിക്സിയിൽ ജാറ് കഴുകിയ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇത് ഒരു വലിപ്പം കുറഞ്ഞ സവാള വളരെ ചെറുതായി മുറിച്ചെടുത്താണ്. 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില മുറിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില എല്ലാം വേണമെങ്കിൽ കുറച്ചധികം എടുക്കാം. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിനി നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാം. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ ഉള്ളിന്റെയും പച്ചമുളകിന്റെയും കറിവേപ്പിലേന്റെയും ഫ്ലേവർ ഇറങ്ങി കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇത് ചീനച്ചട്ടി അപ്പായതുകൊണ്ട് ചീനച്ചട്ടി തന്നെ ചുടണം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ആയിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് സൈഡിലേക്കെല്ലാം ആക്കി കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഈ മാവിൽ നിന്ന് ഒരു തവി കൊണ്ട് കുറച്ച് കോരി ഇതിലേക്ക് ഒഴിക്കാം. ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പം ഇതിന്റെ സൈഡെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് അടച്ച് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയി. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ നടുക്ക് ലേശം വേവാനുണ്ട്. തിരിച്ചിടുമ്പോൾ പോവും. തിരിച്ചിട്ട ശേഷം വീണ്ടും 1-2 മിനിറ്റ് അടച്ച് വേവാൻ വെക്കാം. ഇപ്പം മറ്റേ സൈഡും വന്നിട്ടുണ്ട്. ഇനി പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. ചീനച്ചട്ടി അപ്പം ഒരു 10 എണ്ണം ഞാനിപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് വേറൊരു പ്ലേറ്റ് സെർവ് ചെയ്യാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.